Hello friends, once again welcome back to a new section to learn a new vocabulary word. Empathize. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു വാക്ക്? കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ മീനിങ് അറിയുന്നവർ ഞാൻ പറയുന്നതിനേക്കാട്ടിലും മുന്നേ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കൂ. എംപത്തൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ ദ ഫീലിങ്സ് ഓഫ് അനദർ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ഫീലിങ്സ്, ആ വ്യക്തിയുടെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ അതൊക്കെ ഷെയർ ചെയ്യാനും അതൊക്കെ മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു ഫീലിങ്ങിനെയാണ് എംപത്തൈസ് എന്ന് പറയുന്നത്. എംപത്തൈസ് എന്ന വാക്കിന് നമുക്ക് സിംപത്തൈസ്, അണ്ടർസ്റ്റാൻഡ്, റിലേറ്റ്, കണക്റ്റ് എന്നീ വാക്കുകൾ വെച്ച് അതിൻ്റെ പര്യായം എന്ന് പറയാം. ഈ എംപത്തൈസ് എന്ന വാക്കിൻ്റെ പര്യായങ്ങളാണ് ഇതൊക്കെ. രണ്ട് എക്സാമ്പിൾസ് ഉപയോഗിച്ച് നമുക്ക് ഒന്നും കൂടി ഈ വാക്ക് കൃത്യമായിട്ട് പഠിക്കാം, മനസ്സിലാക്കാം. ഐ ക്യാൻ എംപത്തൈസ് വിത്ത് യുവർ ലോസ്. എനിക്ക് നിങ്ങളുടെ ഒരു ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണാതെ പോയിട്ടുണ്ടോ, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ മറ്റുള്ളവരോട് കൂടെ എംപത്തൈസ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ആ വിഷമത്തിൽ പങ്കുചേരും. അതിനെയാണ് ആ ഒരു സെൻറ്റൻസ് ഉപയോഗിച്ച് പറയുന്നത്. ഐ ക്യാൻ എംപത്തൈസ് വിത്ത് യുവർ ലോസ്. മറ്റൊരു എക്സാമ്പിളും കൂടി നോക്കാം. ഷീ എംപത്തൈസ് വിത്ത് ഹർ ഫ്രണ്ട്സ് സ്ട്രഗിൾ ആൻഡ് ഹെൽപ്പ് ടു ഹർ. അവളുടെ കൂട്ടുകാരുടെ ബുദ്ധിമുട്ടുകൾ കാണുകയും എംപത്തൈസ് ചെയ്യുകയും ചെയ്യുന്ന, ബുദ്ധിമുട്ടിൽ എംപത്തൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതുപോലെ അവളെ സഹായിക്കുകയും ചെയ്തു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സോ വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.